കഥ പിടക്കോഴി. മൂലകഥ എഴുതിയത് ക്ലാരിസ് ലിസ്പെക്ടർ, ബ്രസീൽ. മൊഴിമാറ്റം വിശാഖ് വർമ്മ. ശബ്ദം ജയശ്രീ രാജേഷ്. ഞായറാഴ്ച ദിവസം വിഭവമാകേണ്ടിയിരുന്ന ഒരു കോഴിയായിരുന്നു ആ പിടക്കോഴി. സമയം രാവിലെ 9 മണിയാകാഞ്ഞതിനാൽ മാത്രമാണ് അവൾ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. ആ സത്യം അറിയാഞ്ഞിട്ടോ എന്തോ ആ പിടക്കോഴി ശാന്തയായി കാണപ്പെട്ടു. ശനിയാഴ്ച മുതൽ അവൾ അടുക്കളയുടെ ഒരു മൂലയിൽ ഭയത്തോടെ കൂനിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അവൾ ആരെയും നോക്കിയില്ല, ആരും അവളെയും നോക്കിയില്ല. അവർ അവളെ വാത്സല്യം കലർന്ന നിസ്സംഗതയോടെ തൂവലുകളിൽ തടവിക്കൊണ്ട് തിരഞ്ഞെടുത്തപ്പോഴും അവൾക്ക് തൂക്കം കൂടിയോ അതോ മെലിഞ്ഞോ എന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അവൾക്കും ഒരു ആഗ്രഹമുണ്ടെന്ന് ആരും ഒരിക്കലും ഊഹിച്ചിട്ടുണ്ടാകില്ല. ഒടുവിൽ സത്യമറിഞ്ഞ പരിഭ്രമത്തിൽ അവൾ തൻ്റെ ചെറിയ ചിറകുകൾ വിടർത്തി, നെഞ്ചു വിടർത്തി 2-3 ശ്രമങ്ങൾക്ക് ശേഷം ടെറസിൻ്റെ ചുമരിലെത്തിയപ്പോൾ അത് എല്ലാവർക്കും ഒരു അത്ഭുതമായി. ഒരു നിമിഷം അവൾ നിന്നിടത്ത് ആടിയുലഞ്ഞു. അത് കണ്ട പാചകക്കാരൻ കൂവി വിളിച്ചു. അടുത്ത നിമിഷം അവൾ അയൽക്കാരൻ്റെ ടെറസിലേക്ക് ചിറകടിച്ചു. അവിടെ നിന്ന് മറ്റൊരു തത്തിയുള്ള പറക്കലിലൂടെ അവൾ ഓടുമേഞ്ഞ ഒരു മേൽക്കൂരയിലെത്തി. അവിടെ അവൾ സ്ഥാനം തെറ്റിയ കാറ്റിൻ്റെ ദിശ കാട്ടുന്ന ഒരു ഉപകരണം പോലെ നിന്നു. ശങ്കിച്ച് ആദ്യം ഒരു കാലിലും പിന്നീട് മറ്റേ കാലിലും മാറി മാറി ബാലൻസ് ചെയ്തു. ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ അടിയന്തിരമായി ഒത്തുചേർന്നു. പരിഭ്രാന്തരായി അവർ അവരുടെ ഉച്ചഭക്ഷണമാകേണ്ട കോഴി ഉയരെ ഒരു ചിമ്മിനിയുടെ അരികിൽ നിൽക്കുന്നത് കാണുകയും ചെയ്തു. ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെയും ഇടയ്ക്കിടെ വ്യായാമം ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ ഇരട്ട സാധ്യതയെക്കുറിച്ച് ഓർമ്മിച്ചതിനാലാകണം കുടുംബനാഥനായ പിതാവ് സന്തോഷത്തോടെ തൻ്റെ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇറക്കം കുറഞ്ഞ അടിവസ്ത്രം പോലെയുള്ള നിക്കറെടുത്തിട്ട് കോഴിയുടെ യാത്രാ പരിപാടിയെ പിന്തുടരാൻ തീരുമാനിച്ചു. ജാഗ്രതയോടെയുള്ള ഒരു ചാട്ടത്തോടെ അയാൾ വീട്ടുമേൽക്കൂരയിലെത്തി. പക്ഷേ പേടിച്ച് വിറച്ച് ശങ്കിച്ച കോഴി പെട്ടെന്ന് മറ്റൊരു ദിശയിലേക്ക് പറന്നുപോയി. അതോടെ ഗൃഹനാഥന്റെ കോഴിയെ പിന്തുടൽ ദൗത്യം കൂടുതൽ തീവ്രമായി. മേൽക്കൂരയിൽ നിന്ന് മേൽക്കൂരയിലേക്ക് തെരുവിൻ്റെ ഒരു ബ്ലോക്കിലധികം ദൂരം ആ പിടക്കോഴി അങ്ങനെ പ്രാണരക്ഷാർത്ഥം പറന്നുപോയി. ജീവന് വേണ്ടിയുള്ള മരണ പോരാട്ടത്തിന് തയ്യാറെടുപ്പ് നടത്താൻ കഴിയാതെ, തൻ്റെ വംശത്തിൻ്റെ സഹായമില്ലാതെ ഏതു വഴികൾ സ്വീകരിക്കണമെന്ന് ആ പിടക്കോഴിക്ക് സ്വയം തീരുമാനിക്കേണ്ടി വന്നു. പക്ഷേ അതേസമയം യുവാവായ ആ ഗൃഹനാഥനിൽ ഉറങ്ങിക്കിടന്ന ഒരു വേട്ടക്കാരൻ ഉണരുകയായിരുന്നു. നിസ്സഹായ അവസ്ഥയിലായിരുന്ന ഇരയെ നോക്കി അയാൾ കൊലവിളി വിളിച്ചു. അച്ഛനോ അമ്മയോ ഇല്ലാതെ ഈ ലോകത്ത് ഒറ്റയായ അവൾ, ആ പിടക്കോഴി, ശ്വാസം കിട്ടാതെ ഏകാഗ്രതയോടെ ഓടിപ്പറന്ന് നിശബ്ദയായി. അവളുടെ ആ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള പറക്കലിൽ ചില നേരങ്ങളിൽ അവൾ മേൽക്കൂരകളുടെ വക്കുകളിൽ ഒരു നിമിഷം കിതച്ചുകൊണ്ടു നിന്നു. ഗൃഹനാഥനായ ആ ചെറുപ്പക്കാരൻ പ്രയാസത്തോടെ മറ്റുള്ളവരുടെ മുകളിലൂടെ മേൽക്കൂരയിലേക്ക് ചാടിക്കയറാൻ പലതവണ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് അല്പസമയം ഒന്ന് വിശ്രമിക്കാൻ അവസരം ലഭിച്ചു. അപ്പോൾ മാത്രം അവൾ വളരെ സ്വതന്ത്രയായി കാണപ്പെട്ടു. തത്രപ്പെട്ട് പറന്നുപോകുന്ന ആ കോഴിയെ കണ്ടാൽ ബുദ്ധിശൂന്യതയും ഭീരുത്വവും വിജയം കാണാത്ത സ്വാതന്ത്ര്യവും ഒന്നിച്ചു ചേർന്നെന്ന് തോന്നും. അവളുടെ ഉള്ളിലെ എന്തായിരുന്നു അവളെ അവളുടെ സ്വന്തമാക്കിയത്? പിടക്കോഴി ഒരു ജീവി മാത്രമാകുന്നു. സത്യമാണ്, അവൾക്ക് മറ്റൊന്നിനും പകരമാകാൻ കഴിയില്ല. അവൾക്ക് സ്വയം അഭിമാനിക്കാൻ ഒന്നുമില്ല. ഒരു പൂവൻ കോഴിക്ക് കോഴിപ്പൂവെങ്കിലും ഉണ്ട്. അവളുടെ വർഗത്തിൻ്റെ ഒരേ ഒരു മേന്മ ചുറ്റിനും തന്നെ പോലെയുള്ള വളരെയധികം പിടക്കോഴികൾ ഉണ്ടെന്നത് മാത്രമാണ്. അവയിൽ ഒന്ന് ചത്താൽ അതേപോലെ തന്നെ തോന്നിക്കുന്ന മറ്റൊരു പിടക്കോഴി ആ നിമിഷം തന്നെ പ്രത്യക്ഷപ്പെടും. ഒടുവിൽ തൻ്റെ രക്ഷപ്പെടലിൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ചു നിന്ന ഒരു നിമിഷത്തിൽ യുവാവായ ആ ഗൃഹനാഥൻ അവളെ പിടികൂടി. പൊഴിഞ്ഞു വീഴുന്ന തൂവലുകളുടെയും കരച്ചിലുകളുടെയും ഇടയിൽ അവൾ തടവുകാരിയായി പിടിക്കപ്പെട്ടു. പിന്നെ അവളെ അവളുടെ ഒരു ചിറകിൽ തൂക്കി വിജയാഹ്ലാദത്തോടെ മേൽക്കൂരകൾക്ക് മുകളിലൂടെ കൊണ്ടുപോയി
അടുക്കളയുടെ തറയിൽ അവൾ ക്രൂരമായി വലിച്ചെറിയപ്പെട്ടു. അന്താളിച്ചു പോയ അവൾ ആ അനിശ്ചിതത്വത്തിൽ കാറിക്കൊക്കി വിളിച്ച് കുതറിപ്പിടഞ്ഞു. അപ്പോഴാണ് അത് സംഭവിച്ചത്. പൂർണ്ണമായും തളർന്നുപോയ ആ പിടക്കോഴി ഒരു മുട്ടയിട്ടു. ആശ്ചര്യവും ക്ഷീണവും ഒരേ സമയം അവൾക്കുണ്ടായി. ഒരുപക്ഷെ അത് അകാലത്തിലുള്ള മുട്ടയായിരിക്കാം. പക്ഷേ ഉടൻ തന്നെ പ്രസവം എന്ന ദൗത്യത്തിനായി ജനിച്ചതുപോലെ അവൾ ഒരു പരിചയസമ്പന്നയായ മാതാവെ പോലെ കാണപ്പെട്ടു. അവൾ മുട്ടയിൽ അടയിരുന്നു, ശ്വസിച്ചു. കണ്ണുകൾ തുടരെ തുടരെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. ഒരു ചെറു പ്ലേറ്റിൽ വെച്ചാൽ കൊള്ളാൻ മാത്രമുള്ള ഒരു മുട്ടയേക്കാൾ വലിപ്പമില്ലാത്ത അവളുടെ ഹൃദയം ഊഷ്മളമായി. തൂവലുകൾ ഉയരുകയും താഴുകയും ചെയ്തു. എല്ലാം കണ്ടുകൊണ്ട് ഭയന്ന് അവൾക്കു സമീപം ഒരു കൊച്ചു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തറയിൽ നിന്നും കുതറി എണീറ്റുകൊണ്ട് ആ ബാലിക നിലവിളിച്ചു, അമ്മേ, അമ്മേ, കോഴിയെ കൊല്ലരുത്, അതൊരു മുട്ടയിട്ടു. ദേ കണ്ടില്ലേ, അവൾക്ക് നമ്മളെ ഇഷ്ടമാണ്. എല്ലാവരും വീണ്ടും അടുക്കളയിലേക്ക് ഓടി. നിശബ്ദരായി കോഴിയമ്മയ്ക്ക് ചുറ്റും വട്ടമിട്ടു നിന്നു. മുട്ടയിൽ അടയിരുന്ന് ചൂട് കൊടുക്കുമ്പോൾ ആ പിടക്കോഴി സൗമ്യയോ പാരുഷ്യമുള്ളവളോ സന്തോഷവതിയോ ദുഃഖിതയോ ആയിരുന്നില്ല. അവൾ ഒന്നുമല്ലായിരുന്നു. അവൾ ഒരു പിടക്കോഴി മാത്രമായിരുന്നു. പ്രത്യേകിച്ചൊരു വികാരവും അത് സൂചിപ്പിക്കുന്നില്ല. ആ ചെറുപ്പക്കാരനായ അച്ഛനും അമ്മയും മകളും എന്തു പറയണമെന്ന് ആലോചിക്കാതെ കുറച്ചു നേരം മുട്ടയ്ക്കടയിരിക്കുന്ന പിടക്കോഴിയെ നോക്കി നിന്നു. ആ വീട്ടിലെ ആരും ഒരിക്കലും ദ്രോഹമനസ്സോടെ ഒരു പിടക്കോഴിയുടെ തലയിലും തട്ടിയിട്ടില്ല. ഒടുവിൽ ഒരുതരം പശ്ചാത്താപത്തോടെ അച്ഛൻ തീരുമാനിച്ചു, ഈ കോഴിയെ കൊന്നാൽ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കോഴി മാംസം കഴിക്കില്ല. ഞാനും ആ കൊച്ചു പെൺകുട്ടിയും ഏറ്റുപറഞ്ഞു. അമ്മ ക്ഷീണഭാവത്തോടെ തോൾ കുലുക്കി. തനിക്ക് തിരികെ ലഭിച്ച ജീവിതത്തെക്കുറിച്ച് ബോധമില്ലാതെ കോഴി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ കൊച്ചു പെൺകുട്ടി സ്കൂൾ ബാഗ് താഴെയിട്ട് അവളെ കാണാൻ അടുക്കളയിലേക്ക് ഓടി. വല്ലപ്പോഴുമായി ആ അച്ഛൻ ഇപ്പോഴും ഓർക്കും, കഷ്ടം, ഞാൻ ഈ കോഴിയെ പിടികൂടി കൊന്ന് കറി വെക്കാൻ പണ്ട് മേൽക്കൂരയിൽ നിന്ന് മേൽക്കൂരയിലേക്ക് എത്ര പറത്തി ഓടിച്ചു. അന്നു മുതൽ ആ കോഴി വീടിൻ്റെ രാജ്ഞിയായി. കോഴിയൊഴികെ എല്ലാവർക്കും അതറിയാമായിരുന്നു. അവൾ അടുക്കളയ്ക്കും അടുക്കള ടെറസിനും ഇടയിൽ നിസ്സംഗത കലർന്ന ഭയത്തോടെ കഴിഞ്ഞുകൂടി. എന്നാൽ വീട്ടിലെ എല്ലാവരും നിശബ്ദരായിരിക്കുകയും അവളെ മറന്നതായി തോന്നുകയും ചെയ്തപ്പോൾ അവൾ തൻ്റെ മഹത്തായ രക്ഷപ്പെടലിൽ നിന്ന് ശേഷിച്ച ധൈര്യത്തിൻ്റെ ഒരു ഭാഗം സംഭരിച്ച് ടൈലിറ്റ തറയിൽ ചുറ്റി നടന്നു. അവളുടെ ശരീരം ഒരു വയലിൽ ചിക്കിച്ചികയുമ്പോഴുള്ള പോലെ പൊക്കിപ്പിടിച്ച തലയ്ക്ക് പിന്നിൽ നീങ്ങി. പക്ഷേ ചലിക്കുന്നതും വേഗതയേറിയതും ഊർജ്ജസ്വലമായതും അവളുടെ ജീവിവർഗത്തിൻ്റെ പുരാതനവും യാന്ത്രികവുമായ ഭയം നിറഞ്ഞതുമായ അവളുടെ ചെറിയ തല അവളെ ഒടുവിൽ ഒറ്റിക്കൊടുത്തു. ഇടയ്ക്കിടെ പലപ്പോഴും അപൂർവമായി മേൽക്കൂരയുടെ അരികിൽ ഒരു പ്രഖ്യാപനം നടത്താൻ തയ്യാറായി എന്ന കണക്ക് നിന്നിരുന്ന പൂവൻ കോഴിയോട് ആ പിടക്കോഴിക്ക് സാമ്യമുണ്ടായിരുന്നു. അത്തരം നിമിഷങ്ങളിൽ അവൾ അടുക്കളയിലെ അശുദ്ധമായ വായു കൊണ്ട് അവളുടെ ശ്വാസകോശം നിറച്ചു. സ്ത്രീകൾക്ക് കൂവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ കൂവുമായിരുന്നുമില്ല. പക്ഷേ അവൾ കൂടുതൽ സംതൃപ്തിയാകുമായിരുന്നു. ഈ നിമിഷങ്ങളിൽ പോലും അവളുടെ ശൂന്യമായ തലയുടെ ഭാവം മാറിയില്ല. പറക്കുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, മുട്ടയിടുമ്പോൾ, അല്ലെങ്കിൽ ധാന്യം കൊത്തിപ്പെറുക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപകൽപ്പന ചെയ്ത അതേ പിടക്കോഴിയുടെ തലയായിരുന്നു അത്. ഒരു ദിവസം അവർ അവളെ കൊന്നു തിന്നുന്നതുവരെ, വർഷങ്ങൾ കടന്നു പോകുന്നതുവരെ.